ഹായ് എല്ലാവർക്കും നമസ്കാരം. ആർബത്തിന് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഒരു പുതിയ ദിവസം ആരംഭിക്കുകയാണ്. നമ്മളൊരു അടിപൊളി സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അടിമാലി ചാറ്റുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി, നല്ലൊരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. നല്ല മോർണിംഗിൽ ഇങ്ങോട്ട് വരികയാണ്. നല്ലൊരു കപ്പത്തോട്ടം, അതിനൊപ്പം തന്നെ കുറേ വാഴത്തോട്ടം ഈ കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതിനൊപ്പം തന്നെ ഈ കർഷകനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ചേട്ടായി നമുക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. പറഞ്ഞോളൂ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പേരെങ്ങനെയായിരുന്നു? സേവിയർ. ഓക്കെ. നമ്മളിവിടെ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു 30 വർഷമായി ഈ കൃഷി തുടങ്ങി. നമ്മൾ ഇവിടെ വന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യകാല? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചുണ്ടായ ഒരാളാണ്. എൻ്റെ നാടും വീടും എല്ലാം ഇത് തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യകാലം പോലെ കൃഷിയിലാണ്? അതെ. ഓക്കെ. നമ്മളിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇപ്പം പ്രധാനമായിട്ട് കപ്പ കൃഷി ചെയ്യുന്നത്. കപ്പ ഏത് ഇനമാണ് ചെയ്യുന്നത്? അത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചത്തണ്ടൻ എന്ന് പറയും. പിന്നെ അതിന് എന്തോ ഒരു സി പവിത്ര എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അതാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതെ. ഓക്കെ. നമ്മൾ ആ ഒരു കപ്പയുടെ വിശേഷങ്ങളാണ് കൂടുതലായിട്ട് അറിയാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഇദ്ദേഹം കുറെ ജാതി കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? എന്തേരം സ്ഥലമുണ്ട്? സ്വന്തം ഒരേക്കർ സ്ഥലമുണ്ട്. ഒരേക്കർ സ്ഥലത്ത് ജാതി കൃഷി ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ പാട്ടം എടുത്തിട്ട് സ്ഥലങ്ങളിൽ അല്ലേ? ഉണ്ട്. ഓക്കെ. വാഴ ഏതാ ചെയ്യുന്നത്? വാഴ ഏത്തവാഴയാണ്. ഓക്കെ. ഈ കാണുന്ന എല്ലാം ഏത്തവാഴയാണ്? അതെ. ഓക്കെ. അപ്പോൾ ഇതൊരു എന്താ പറയുക, നല്ലൊരു പ്ലേസാണ്. അടിപൊളി. നല്ല രാവിലെ ഇങ്ങനെ മോർണിംഗിൽ ആ സൂര്യപ്രകാശം, അതിനൊപ്പം തന്നെ 2 അമ്പലം ഉണ്ടല്ലേ ഇവിടെ? അമ്പലത്തിൽ നിന്നുള്ള ഒരു മ്യൂസിക്, ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ട്. നമ്മുടെ ആ കപ്പയാണ്, ആ ഇനത്തെ പറ്റിയിട്ടൊന്ന് പറയുമോ? എന്താണ് അതിൻ്റെ പേര്? പച്ചച്ചിങ്ങനോ? പച്ചത്തണ്ടൻ. അതെ. ഓക്കെ. പച്ചത്തണ്ടൻ്റെ പ്രത്യേകത എന്താ? അത് ഒരു 8 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് പറിക്കാൻ കഴിയും. ഓക്കെ. നല്ല വിളവുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത്. അത് ഈ 1.5 ഏക്കറിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്? അതെ. 1.5 ഏക്കർ ആയി കൂടുതലുണ്ട്. ഏകദേശം ഒരു 4-5 ഏക്കർ സ്ഥലം. 5 ഏക്കർ സ്ഥലത്തോളം കപ്പ തന്നെ ചെയ്യുന്നുണ്ട് ഈ ഒരു ഒറ്റ ഇനം. അതെ. അപ്പൊ അത് നല്ല, നിങ്ങൾക്ക് അത്ര ആശ്രയിച്ച് ചെയ്യാവുന്ന ഒരു വിളയാണ് അതല്ലേ? അത് നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്ന ഒരു വിള ആയതുകൊണ്ടിട്ടാണ് ഇത് കളയാതെ നമ്മൾ അത് തന്നെ ചെയ്യുന്നോണ്ടിരിക്കുന്നത്. ഓക്കെ. അതിന്റെ ആ ഒരു എന്താ പറയാ, അത്രയും കാലത്ത് എത്ര വർഷമായി അത് ചെയ്യാൻ തുടങ്ങി? ഏകദേശം ഒരു 25 വർഷത്തിൽ കുറേ. 25 വർഷമായിട്ട് ആ ഒരു മാറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെയാണോ ഡെവലപ്പ് ചെയ്യപ്പെട്ട് എടുത്തേക്കുന്നത്? ഈ ഒരു അടിമാലി പ്രദേശത്താണ്? നമ്മുടെ ഈ ചാറ്റുപാറ പ്രദേശത്ത് തന്നെ കൃഷി കൂടുതലായിട്ട് ഉള്ളത്. അതെ. പുറത്ത് അങ്ങനെ ആളുകൾ ചെയ്യുന്നില്ല അത്? എൻ്റെ അറിവില് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു സംഗതിയാണുള്ളത് അല്ലേ? ഓക്കെ. എന്തായാലും നമുക്ക് ആ കപ്പ വിശേഷങ്ങൾ അറിയാം. അതിനൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള കൃഷിയിടങ്ങളൊക്കെ കാണാം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കൃഷി സ്ഥലങ്ങൾ കാണാം. ഇത് ഏതാ ഇനം വാഴ ചെയ്യുന്നത്? ഇത് ഏത്തവാഴയാണ്. ഏത്തവാഴയിൽ ഏതാണോ? നമ്മളത് ഈ നാടെന്ന് പറയാം. പിന്നെ പ്രത്യേക ഒരു പേര് ഇതിന് നമ്മൾ പറയാറില്ല. ഓക്കെ. ഇത് എത്ര മാസം വിളവാ? ഇത് 10-ാം മാസം കൊലയാവും. 10-ാം മാസം. നല്ല ഹൈറ്റ് ഉണ്ടാവും ഇതിന്? ഉണ്ട്. നല്ല ഇത് വരും. ഓക്കെ. നല്ല ബലമുണ്ടോ? അതോ നമ്മൾ മുട്ടിട്ട് കൊടുക്കണോ? മുട്ടിടാറുണ്ട്. മുട്ടാണോ മറ്റേ സ്റ്റേ കൊടുക്കുമോ? ഇല്ല, മുട്ടിടും. ഓക്കെ. നമ്മുടെ ഒരു വാഴക്കൃഷിയുടെ രീതി എങ്ങനെയാണെന്ന് പറയാമോ? വാഴ സാധാരണ ഇവിടെ തോട് പോലെ 2 അടി വീതിയിൽ 2 അടി താഴ്ചയിൽ തോട് പോലെ കയറിയിട്ട് അതിൽ വാഴ വയ്ക്കും. പിന്നീട് വാഴയുടെ വളർച്ച അനുസരിച്ച് നമ്മൾ മണ്ണിട്ട് ഇടിച്ചിങ്ങനെ ഒരു വാരം പോലെ ആക്കും. വിത്ത് നമ്മൾ എവിടെ നിന്ന് കൊണ്ടിരുന്നത്? വിത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിത്ത് തന്നെയാണ്. അത് മാറ്റിയിട്ടില്ല. വർഷങ്ങളായിട്ട് ഇങ്ങനെ മാറി എടുക്കുന്ന ഒരു വിത്താണ്. ഇത് എന്തേരം വാഴയുണ്ട് മൊത്തം? ഇതിപ്പോൾ ഒരു 200 വാഴയേ ഉള്ളൂ. 200 വാഴ ഈ നമ്മുടെ ഈ സ്ഥലത്ത് ചെയ്യുന്നത്? ഈ നിൽക്കുന്ന സ്ഥലത്ത് 200 ഉള്ളൂ. ഓക്കെ. ബാക്കി മൊത്തം നമ്മൾ എന്തേരം ചെയ്യുന്നുണ്ട് വാഴ? ഇപ്പം അപ്പുറം പള്ളിയുടെ വകയായിട്ട് ഒരു ഏകദേശം 550 വാഴ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. ചേട്ടായി, എന്തോ നമ്മൾ എന്തേരം ജാതി ചെയ്യുന്നുണ്ട് ഇവിടെ? ഇതിനകത്ത് ഏകദേശം ഒരു 50-60 ജാതിയെങ്കിലും കാണും. 60 ജാതി ഈ ഒരേക്കർ. ഏത് ഇനങ്ങളാണ് ചെയ്യുന്നത്? ഒരു കുറച്ച് ഭാഗം ബഡും ബാക്കി നാടനും. ഓക്കെ. ഇതൊരു കണ്ടം പോലുള്ള സ്ഥലമല്ലേ? അതെയായിരുന്നു. അപ്പോൾ ഇവിടെ ജാതി ചെയ്യുമ്പോൾ നല്ല സക്സസ് ആവുമോ? തീർച്ചയായിട്ടും. നല്ല വളമുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മണ്ണ് എങ്ങനെയാണ് ശരിക്കും? ഈ കണ്ടം പോലുള്ള മണ്ണാണോ അതോ? ഇല്ല, അത് മാറിയല്ലോ. കരയായി കഴിഞ്ഞപ്പോൾ മാറി. അത് ചെളി മാറി. അന്നേരം ജാതിക്ക് ഇപ്പോൾ ജലസേന കമ്പാരിറ്റീവ്ലി കുറവ് മതിയോ ഇതിനകത്ത്? ഇതിന് സ്വാഭാവികമായിട്ട് ഇതിന് അകത്ത് ജലാംശം ഉണ്ടല്ലോ. വലിയ കാര്യമായിട്ട് വേണ്ട, ഉണക്ക് ബാധിക്കാറില്ല. അങ്ങനെ വെള്ളത്തിന് ക്ഷാമമുണ്ട് ഇവിടെ? വെള്ളം തോടടുത്തുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം അടിക്കേണ്ട കാര്യമില്ല, മോട്ടോർ വെച്ച് അടിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ വെള്ളം ജാതി വേര് വലിക്കുന്നു. വെള്ളത്തിൻ്റെ അംശം ധാരാളം ഉണ്ട് ഈ മണ്ണിൽ. അപ്പോൾ മഴക്കാലത്ത് ഒത്തിരി വെള്ളം കാണില്ലേ? അത് കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല, അത് ജാതി കൃഷിയെ അഫക്റ്റ് ചെയ്യത്തില്ല? ഇല്ല. ഓക്കെ. ഇതിപ്പോൾ ഈ സീസൺ എങ്ങനെയുണ്ട്? നല്ല കായ? ഈ സീസൺ കുറവാണ്, കായില്ല ഇത്തവണ. കുറവാണ്. അതെ. അതെന്തുകൊണ്ടാണ് പറ്റിയെന്നറിയോ? കാലാവസ്ഥയുടെ വ്യത്യാസം വന്നു. നമ്മുടെ ജാതി കൃഷി എങ്ങനെയാണെന്നൊന്ന് പറയാമോ?
എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ജാതി സാധാരണ പഴയ കാലത്തോളം നാടൻ ജാതിയുടെ മുളപ്പിച്ച് നമ്മളത് തൈയാക്കി നടും. അന്നേരം അത് കാലതാമസം എടുക്കല്ലേ കായ്ക്കാൻ? കാലതാമസം വന്നാലും അത് ദീർഘവിളയായിട്ട് നിൽക്കും, വർഷങ്ങളോളം അതിന് ആയുസുണ്ട്. ഓക്കെ ഓക്കെ. മറ്റേപോലെ പെട്ടെന്ന് വീൽഡ് കിട്ടിയില്ലെങ്കിലും ഇപ്പം വർഷങ്ങളോളം നിന്നോളൂ. നിൽക്കും. വലിപ്പത്തിൽ കൂടുതലുണ്ട് ജാതി, അതിൻ്റെ ഏരിയ കൂടുതൽ, ബട്ടിനേക്കാൾ ഏരിയ ഒത്തിരി കൂടുതലുണ്ട് മരത്തേൽ വരുമ്പോൾ. ഇത് എത്ര വർഷമായി നമ്മൾ ചെയ്യുന്നു? ഇത് ഏകദേശം ഒരു 25 വർഷമായ പ്രായമായ ആദ്യമാണ് ഇതിനകത്ത് വലുത് നിൽക്കണേ. പിന്നെ ഇപ്പം ഞാൻ ഈ പിടിച്ചക്കട ആദ്യമൊക്കെ അടുത്ത കാലത്ത് വെച്ചതാണ്. ഇത് ഏതാണെന്നറിയോ? ഇത് ബഡ് നമ്മൾ ബഡ് ചെയ്യിച്ച അല്ല, നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത് ബഡ്. അത് ഇതേതാണ്ട് ഒരു 75 സെന്റ് സ്ഥലമാണ് ഈ ഒരു നമ്മൾ ഈ കാണുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കാൻ ചേട്ടാ ഇത് സമ്മതിക്കത്തില്ല. അത്തരം വിളകൾ അല്ലേ, 75 സെന്റ് തിക്കായിട്ട് വിളകൾ വെച്ചേക്കണം. അത് കൊക്കോ, ജാതി, അതുപോലെ തന്നെ തെങ്ങ്, പിന്നെ ഏലമൊക്കെ ഇടയ്ക്കുള്ള അല്ലേ ചെറിയ പരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടെ വാഴയുണ്ട്. അങ്ങനെ എല്ലാ വിളകളോടും കൂടിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്കും തോന്നുന്നു എനിക്കൊന്ന് ഈ ചേട്ടായി നമ്മൾ പരിചയപ്പെട്ടില്ലായിരുന്നു, വലിയ നഷ്ടമായി പോനെ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടായിക്ക് പറയാനുണ്ട്. നമുക്ക് അതൊന്ന് പെട്ടെന്ന് കേട്ടിട്ട് വരാം. ചേട്ടായി, നമ്മുടെ 70 സെന്റിനകത്ത് 75 സെന്റ് അല്ലേ? അതെ, 75 സെന്റ് മുഴുവൻ വിളകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാലന രീതി എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അത് എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ് കൃഷി എന്നുള്ളത്. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളൊരു കൃത്യമായ ഇടയൊന്നുമില്ല, അങ്ങനെ നോക്കിയല്ല ചെയ്യുന്നത്. അത് കുറേ സ്ഥലം അങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ കൃഷി ചെയ്തു പോകുന്നത്. ഓക്കെ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, വിളകളെ വളരെ കാര്യമായിട്ട് പരിപാലിക്കുന്നു. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു, കൃഷിയുടെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. അതുപോലെ എല്ലാ വിളകൾക്കും തന്നെ നല്ല പച്ചപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വേനലായിട്ട് പോലും ഇത്രയും ഭംഗിയായിട്ട് തന്നെ നിർത്തിയത്? എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്? അതിൻ്റെ ഒരു രഹസ്യം എന്താ ശരിക്കും പറഞ്ഞാൽ? ഇത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളൊരു സ്ഥലമാണ്. പിന്നെ വേനലാകുമ്പോൾ ആവശ്യത്തിന് ആവില്ല വെള്ളം. അതുകൊണ്ടിട്ട് അത്യാവശ്യം വളമുണ്ട്, പിന്നെ ശരിക്ക് ശുശ്രൂഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു മക്കളെ പോലെയാണ് ഈ കൃഷി എല്ലാം ഈ നിൽക്കുന്ന വൃക്ഷത്തിലൊക്കെ ഞാൻ കാണുന്നത്. മക്കളോടുള്ള ആ സ്നേഹം അല്ലേ? തീർച്ചയായിട്ടും അത് വേണമല്ലോ, അവർ ഫലം പുറപ്പെടുവിക്കണമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നല്ല പരിപാലനം. അതെ. ഓക്കെ ഓക്കെ. നമ്മൾ ഈ 75 സെൻറ്റിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ മെയിനായിട്ട് തെങ്ങ്, കൊക്കോ, ജാതി. തെങ്ങ് എത്ര എണ്ണം വരും? തെങ്ങ് നട്ടപ്പോൾ 80-70 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 45-50 കാണും. ഓക്കെ. കൊക്കോ എത്ര വരും? കൊക്കോ ഒരു 250-300 കൊക്കോ എങ്കിലും കാണും. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലോണം അടുപ്പിച്ചത് വിള ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ല, അടുപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എല്ലാത്തിനും നിൽക്കാനുള്ള സ്ഥലം ഇല്ലേ ഇപ്പോൾ കാഴ്ചപ്പാട്? എല്ലാത്തിനും ഉണ്ട്, ഇടയുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതിൽ നിന്നൊരു വർഷം എത്ര നമുക്ക് വരുമാനം കിട്ടും? ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുക്ക കിട്ടിയതാണ് ഈ ഒരു 75 സെൻറ്റിൽ. അതെ. ഇപ്പോൾ ഈ വർഷം കുറവാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ 2 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് എന്നാ മുടക്ക് വരും? നമ്മളിത് ദീർഘവിളയായിട്ട് പണിതിട്ടേക്കണമല്ലേ, ഇനിയിപ്പോൾ ഈ കാടൊക്കെ ഒന്ന് കളഞ്ഞ് നോക്കിയാൽ പോരെ. അപ്പോൾ വലിയ മുടക്കില്ല? ഇനി വലിയ മുടക്കില്ല. അപ്പോൾ നമ്മൾ ഈ കൃഷിപ്പണിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്? അതെ അതെ. വേറെ ആരെ ആശ്രയിക്കാറൊന്നുമില്ല? അത്യാവശ്യം കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പാട്ടകൃഷിയൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് ആളെ കൂട്ടും. ഓക്കെ ഓക്കെ. നമ്മുടെ ഒരു ദിനചര്യ കൃഷിയിലേക്കുള്ള ഒരു രാവിലത്തെ ആരംഭം എപ്പോൾ തുടങ്ങും? രാവിലെ സ്വന്തമായതുകൊണ്ടിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് എന്തായാലും തീർച്ചയായിട്ടും പറമ്പിൽ വരും. പിന്നെ എത്ര സമയം വരെ നീളും? അതിനങ്ങനെ കണക്കൊന്നുമില്ല, മടുക്കുന്നവരെ. വൈകുന്നേരം എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക്? ചില ദിവസമൊക്കെ സന്ധ്യയായി പോവും, ചില ദിവസം അത്ര നേരം ഈ മക്കളോടൊപ്പമാണ് അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. ഇവിടെ ഏലം ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഏലം ചെയ്തില്ല, ഒരു സാമ്പിളായിട്ടൊരു 10-15 കടയൊന്ന് പിടിപ്പിച്ചതാണ്. എങ്ങനെ ഉണ്ടെന്നറിയാം. അതെ. ഈ തെങ്ങ് എൻ്റെ അപ്പനായിട്ട് നട്ട തെങ്ങാണ്. ഇതിൻ്റെ ഞാൻ കുഞ്ഞിലെ മുതൽ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ കാച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നണേ. അതിനുശേഷം ഞാൻ നട്ട തെങ്ങ് അപ്പുറം ഒരു 2 തലമുറ തെങ്ങ് നിൽപ്പുണ്ട്. ഒരെണ്ണം വലുതായിട്ട് കാച്ചു, അതുകൂടാതെ തെങ്ങ് അവിടെ കാച്ചു. എൻ്റെ ഓർമ്മയിൽ നോക്കുകയാണെങ്കിൽ ഒരു 70 വർഷത്തിനും പഴക്കം കാണണ്ട. എനിക്ക് 65 വയസ്സായി. ഞാൻ എൻ്റെ കുഞ്ഞിലെ ഇതിവിടെ ഉണ്ട് ഈ സാധനം. കേട് വളരെ കുറവാണ്. 2-3 പ്രാവശ്യം അത് കൂമ്പടച്ച് പോയ പോലെ ആയിട്ട് വീണ്ടും അതിങ്ങനെ. അതെ, ഇവിടെ കുഞ്ഞ് അടിയുന്ന പോലെ കാച്ചതായിട്ട് എനിക്ക് തോന്നണേ. തേങ്ങ നമ്മളിത് വിപ്രിക്കൊന്നും കൊടുക്കണില്ല, എന്നാലും തേങ്ങയൊക്കെ നല്ല തേങ്ങ, കുഴപ്പമൊന്നും അങ്ങനെ നോക്കാറില്ല. അതിൻ്റെ ഒരു 10 ഇപ്പം ഏതായാലും ഈ തെങ്ങിൽ നിന്ന് എങ്ങനെയായാലും ഒരു 100 തേങ്ങ ഒരു ആണ്ടിൽ കിട്ടാറുണ്ട്. ഇപ്പം തന്നെ ഒരു 10-50 ഉണ്ടല്ലോ. അതെ അതെ. ഇതേ താഴെ കാണിച്ചത് തെങ്ങില്ലേ, അതിൻ്റെ തേങ്ങ വാങ്ങിയത് തെങ്ങാണ് ഇതേ നിൽക്കണം. ഇത് 18 മാസം കായ്ച്ചു. അതെ അതെ, ഞാൻ വെച്ച തെങ്ങ അത്.
അതിന് ശേഷം ഇതേന്ന് തേങ്ങ നട്ടേക്കണാണ് ആ തൈത്തന്നെ നിൽക്കുന്നത്. ഇത് 18 മാസം കായ്ച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുള്ളനാണ്. കുള്ളൻ ഇനത്തിൽപ്പെട്ടതാണ്. പഴയ കാലത്തുള്ളൊരു ഒരു 18 മാസം കായ്ക്കുന്നത് 18-ാം പട്ടം എന്ന് പറഞ്ഞൊരു ഒരു ഇനത്തിൽപ്പെട്ട തെങ്ങ. അത് നാടനാണ് ശരിക്കും. നാടനല്ല, 18-ാം വയസ്സിന് തടിയൊക്കെ വണ്ണം കുറവ്, ഉയരത്തിലും കുറവുണ്ടാവും. ഇത് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് ഒത്തിരി പേര് ചെയ്യുന്ന ഇല്ലില്ല, അങ്ങനെ ആരും കയ്യിലില്ല. അത് നമ്മുടെ കയ്യിലുള്ളത്. അതെ, ഇത് പഴയ ഇനമാണ്. അതെ, പഴയ ഇനമാണ്. അപ്പോൾ ഇതിന് തൈകൾ കൊടുക്കുന്നുണ്ടോ? തൈ അങ്ങനെ ആർക്കും പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോണ്ട് ആരെങ്കിലും ചോദിച്ചാൽ ഒരെണ്ണം കൊടുത്തു വിടും. ഇപ്പോൾ കുറച്ച് തേങ്ങയുടെ പായി വെച്ചിട്ടുണ്ട്. വിലയ്ക്ക് പുറത്തേക്കൊന്നും ആർക്കും കൊടുക്കാറില്ല. ഇതേന്ന് ഏത് തേങ്ങ പാകിയാൽ ഈ 18 മാസം കായ്ക്കുന്നുണ്ട്? 18 മാസം എന്ന് പറഞ്ഞാൽ 18 മാസത്തിൽ നമ്മൾ ശുശ്രൂഷയൊക്കെ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ചൊട്ട വരും. കാച്ചി തേങ്ങ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും 18 മാസം കഴിക്കാൻ 1.5 വർഷം കൊണ്ട് കായ്ച്ചു. ഇപ്പോഴത്തെ ഹൈബ്രിഡ് സാധനങ്ങളൊക്കെ അങ്ങനെ കായ്ക്കും. അത്രേ ഉള്ളൂ. ഈ ഒരു 50 വെച്ചാൽ ചിലപ്പോൾ ഒരു തെങ്ങായിരിക്കും ഈ ചൊട്ട പറഞ്ഞേക്കണേ. കേടും കുറവാണ്. കേട് കുറവുണ്ട്. ഇത് ഞാൻ അപ്പുറം കാണിച്ചു തന്ന വലിയ തെങ്ങില്ലേ, അതിൻ്റെ തേങ്ങ എടുത്ത് പായ തെങ്ങ, 18-ാം പട്ടയപ്പെട്ട തെങ്ങ. അത് കുറേ തെങ്ങ് ഇങ്ങനെ പാകുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഒറിജിനൽ പച്ചയാവും, ചിലതിങ്ങനെ ചുവപ്പായി പോകുന്നതാണ്. ഇത് 18-ാം മാസം കായ്ച്ചു. ഇതിപ്പോൾ ഒരു 6-7 വർഷം പഴക്കമുണ്ട്. അതെ അതെ. ആ, തേങ്ങ നമ്മളിത് വിൽപ്പനയ്ക്കില്ല. ഇതിൻ്റെ ചകിരി അല്ല, തേങ്ങയിൽ മുരി പിടിക്കൽ കുറവാണ്. കരിക്കിന് കൊടുക്കാറില്ല. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് സാധാ തെങ്ങ് പോലെ തന്നെ, തേങ്ങ പോലെ തന്നെ. നമ്മൾ സേവേറിയാറിൻ്റെ ഒരു കപ്പ കൃഷി കാണാൻ വേണ്ടിയിട്ട് കയറി വന്നിരിക്കുകയാണ്. മച്ചിപ്ലാവ് പള്ളിയുടെ അവിടെ അല്ലേ? അതെ. 6 ഏക്കർ സ്ഥലത്ത് എത്രയത്? 4000 കൂടും. ഏകദേശം 4000-ന് മേലെ. 4000-ന് മുകളിൽ ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പറഞ്ഞ ഇനം തന്നെ. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുന്നാട്ടോ ഈ സേവേറേട്ടോ. എന്തോ നമ്മുടെ ആ കപ്പ കൃഷിയെ കുറിച്ച് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. ഈ ഇനം നമ്മുടെ ഏതാ പറഞ്ഞ പച്ചത്തണ്ടൻ. ഇവന്റെ ഒരു പ്രത്യേകതകളെന്ന് പറഞ്ഞേ. അത് നമുക്ക് ഏകദേശം നല്ല വളം ഉണ്ടെങ്കിൽ ഒരു 8 മാസം ആകുമ്പോഴത്തേക്കും പറിച്ചു തുടങ്ങാം. ഇപ്പൊ ഇത് എത്ര മാസമായി? ഇതിപ്പോൾ 6 മാസമായി. 6 മാസം. 2 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാം, തുടങ്ങാം. ഓക്കെ. അന്നേരം നമുക്ക് ഇതിന്റെ ഒരു എന്നാ കിട്ടും ഒരു ചുവട്ടിൽ നിന്ന്? ഇതിപ്പോൾ ഒരു തോട്ടം മൊത്തം ഇങ്ങനെ ആയതുകൊണ്ടിട്ട് ഒരു 8 കിലോ 10 കിലോ താഴെ പ്രതീക്ഷിച്ചാൽ മതി. 10 കിലോ ഒരു ചുവട്ടിൽ നിന്ന്. ഒരു കടയല്ലല്ലോ, ധാരാളം കടകൾ ഇങ്ങനെ അടുത്തടുത്ത് നട്ടേക്കുന്ന വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു അകലം എങ്ങനെയാ സേവേറേട്ടാ? നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 അടി അകലത്തിലാണ് നട്ടേക്കണേ. 3 അടി അകലം കപ്പ തമ്മിൽ. അപ്പോൾ നമ്മൾ 3 അടി അകലം എന്ന് പറഞ്ഞാൽ റൈറ്റ് അകലമാണോ, ശരിക്കുള്ള അകലമാണോ? അത് 3 അടി, ശരാശരി 3 അടി മതി. ഓക്കെ. നമ്മൾ ഇതിൻ്റെ ഒരു തടം കോരുന്നത് എങ്ങനെയാണ്? തടം നമ്മൾ ശരിക്കും മണ്ണ് കളച്ചിളക്കിയിട്ട് ഒരു കൂമ്പൽ പോലെ കൂട്ടുക. ഇതിപ്പോൾ കൂമ്പലല്ല, ഇതെല്ലാം വാരമായിട്ടാണ്. ഭൂമിയുടെ കിടപ്പനുസരിച്ച് നമ്മൾ വാര പിടിച്ചേക്കണേ. അപ്പോൾ വിളവ് കൂടുവോ കുറയുമോ? വലിയ വ്യത്യാസമൊന്നും വരില്ല. അതുപോലെ ഇച്ചിരി കൂടും, അന്നേരം എണ്ണത്തിൽ കുറയും. അങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഓക്കെ. അതെ. നമുക്ക് ഇതിപ്പോൾ ഈ എലി ഇതിനകത്ത് കാണാനേ ഇല്ല. അതെങ്ങനെയാണ്? ഞാൻ എപ്പോഴും തന്നെ പറഞ്ഞിട്ടുണ്ട്, വിഷം വെക്കുന്നുണ്ട്, കെണി വെക്കുന്നുണ്ട്. അങ്ങനെ എലിയെ തുരത്തും. അതെ, എലിയെ ഓടിച്ചു വിടും. എലി ഓടിക്കൊന്നുമല്ല, നശിപ്പിച്ചു കളയും. അവനല്ലെങ്കിൽ നമ്മുടെ കപ്പ കൃഷി അല്ലേ? പിന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ണിപ്പെടാത്തതൊക്കെ ഉണ്ടാവില്ല, അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അങ്ങനെ വലിയ നഷ്ടമില്ലാതെ വിളവെടുക്കാൻ പറ്റും. അങ്ങനെ ഒരിക്കലും എൻ്റെ കൃഷിയിൽ അങ്ങനെ എലി ശല്യം ചെയ്ത് തകർത്ത് കളയാറില്ല. എലി നമ്മളുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. വളം നമ്മൾ നടുമ്പോൾ എന്തെങ്കിലും വളം ഇടുവാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ സാധാരണ ചെയ്യാറില്ല. പിന്നെ കോഴിവളമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ചുവട്ടിനകത്തിട്ടിട്ട് വാരം മാടുവാണെങ്കിൽ കുറച്ചുകൂടെ വിളവ് കൂടും. അത് കഴിഞ്ഞതിന് ശേഷം 2-3 പ്രാവശ്യം രാസവളം ഇടും. രാസവളം എന്നാ ചെയ്യുന്നത്? രാസവളം ആദ്യം ഫാക്ടംപോസ് ഇടും, ഒരു നേരിയ തോതിൽ, കപ്പ കയറി വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുപോലെ കപ്പവളം ഇടും. പിന്നെ പറിക്കാറാകുമ്പോൾ യൂറിയയും പൊട്ടാഷും ഏകദേശം ഒരു 2 മാസം പിന്നെ ഇട്ട്. നമ്മൾ കപ്പ നടാൻ പറ്റിയ കറക്റ്റ് സീസൺ എപ്പോഴാണ്? ശരിക്കും സീസൺ ഈ മലയാളികളുടെ പേര് പറഞ്ഞ തുലാമാസമാണ്. തുലാമാസമാണ് കപ്പ കൃഷി ഏറ്റവും നല്ലത്. ചിങ്ങം മാസം വിളവ് കൂടും. അന്നേരം വിളവ് കൂടും. മഴ മാറിയിട്ട് നമുക്ക് നല്ല വില കിട്ടണമെങ്കിൽ ഏത് സമയം ചെയ്യാം? നല്ല വില കിട്ടുന്നത് ഒരു മേടമാസത്തിലും ഒരു ചിങ്ങമാസം കഴിഞ്ഞതിന് ശേഷം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സമയം എന്നുള്ളത്. നടുസമയത്ത് എല്ലാവരും പറിക്കുന്നൊരു സമയമായതുകൊണ്ട് ഉൽപ്പാദനമുണ്ട്. അപ്പോൾ വില തള്ളിക്കളയും. ഈ കപ്പയ്ക്ക് നനച്ചു കൊടുക്കണോ? നനയ്ക്കലൊക്കെ കുറവാണ്, നനയ്ക്കാൻ സാധിക്കില്ലല്ലോ. അല്ല, നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ചിലർ പറയുന്നത് കപ്പ നനച്ചു കൊടുക്കണോ, അതുകൊണ്ട് ചോദിച്ചാൽ. നനച്ച അങ്ങനെ വാടി നിന്നാലത് മഴ പെയ്യുമ്പോൾ കയറി പോകുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നനയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നന പ്രകൃതിയുടെ നനയല്ല അത്. അത് തന്നെയല്ല, ഇവനെ അങ്ങ് ശീലിപ്പിക്കുന്നു. അതെ അതെ. അവന് പിന്നെ അതൊരു വെള്ളമില്ല, പറ്റത്തില്ല. പറ്റില്ല.
ഇപ്പൊ കിഴങ്ങ് നല്ല വലിപ്പമാകുമോ അന്നേരം? ഇപ്പം ഇത് നല്ല കപ്പയായിട്ടാണ് നിൽക്കണേ. ഈ മഴ പെയ്യാത്തത് കൊണ്ടിട്ട് വണ്ണം വെച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന എല്ലാം കപ്പയാണ്. ഇതുണ്ടോ, ഇതിപ്പോൾ 6 മാസം ആയുള്ളൂ. ഇതാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകത. അതെ, ഇത് ശരിക്കും മഴ പെയ്ത് തണുത്ത് കഴിഞ്ഞാൽ നല്ല വണ്ണം വെച്ചാണ്ട് 1 കിലോ 1.5 കിലോ, ശരിക്കും ഒരു വർഷമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു 5 കിലോ വരെയുള്ള കപ്പ ഉണ്ടാവും. അന്നേരം കപ്പ പോകൂലേ? അന്നേരം വിറ്റ് പോകില്ല, തൂക്കം കൂടുതൽ വന്ന് വിറ്റ് പോകില്ല. എത്ര കപ്പയാണ് ഇത്ര? ഇനി അങ്ങോട്ട് നിൽക്കുമല്ലേ? അതെ ഉണ്ട്. ഈ കപ്പയും തമ്മിൽ 3 അടി അകലമുണ്ടല്ലോ. അപ്പോൾ ഏതാണ്ട് ഇത്രയും വരുമ്പോഴത്തേക്ക് ആ കപ്പയുടെ കപ്പ തീരും. അപ്പോൾ അത് ഇവിടെ വരുന്ന മുട്ടാൻ ഭാഗത്ത് നട്ടേക്കണേ. അങ്ങനെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകണം. നമ്മുടെ സേവിയറിയറിനോട് കുറച്ച് പല കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കാൻ പോകണം. അതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, സേവിയറിയറിനെ കുറിച്ച് മൊത്തത്തിലുള്ളൊരു ഐഡിയ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഏതാണ്ട് 1.5 ഏക്കർ സ്ഥലത്ത് കഴിഞ്ഞ എത്ര വർഷമായി? ഒരു 19 വർഷത്തിന് മുകളിലായി അല്ലേ? 30 വർഷത്തോളമായിട്ട് കഠിനാധ്വാനം ചെയ്തു. അതായത് അദ്ദേഹം പറയുന്നത് രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകിട്ട് അങ്ങനെ ഒരു സമയമൊന്നുമില്ല. ഇപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്ത് വെക്കിയത് ലൈഫിൽ ഉണ്ടാക്കിയതെല്ലാം ഈ കൃഷി വിളകൾ കൊണ്ടാണ്. ശരിക്കും ആദ്യം നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ചെറിയ ഷെഡിൽ നിന്ന് അല്ലേ ജീവിതം ആരംഭിച്ച് അവിടെയാണ് കുട്ടികളെയും കുടുംബമൊക്കെ ആയിട്ട് അവിടെ താമസിച്ച്, പിന്നീട് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇപ്പോൾ നല്ലൊരു വീട്ടിലായി, അവിടെ വേറൊരു വീട് വെച്ചു. അതെല്ലാം അദ്ദേഹം ഈ കൃഷിയിൽ നിന്നുണ്ടാക്കിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും അച്ചടക്കത്തോടെ എങ്ങനെയാണ് കൃഷി ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? ഇത് ഉണ്ടാക്കണമെന്നുള്ളൊരു നല്ലൊരു മനസ്സുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ബുദ്ധിമുട്ടായതുകൊണ്ടിട്ട് ഒരു നല്ല ജീവിതം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പരിശ്രമിച്ചു. അതിനുള്ള എല്ലാ വഴികളും പാട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ആൾക്കാർ തന്നു. അത് കൃഷി ചെയ്തു. പിന്നെ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്തു. പിന്നെ കിട്ടിയതൊന്നും തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. നട്ടതെല്ലാം തന്നെ ഏകദേശമൊക്കെ ദൈവം തന്നു. നല്ലൊരു വിളവ് കിട്ടി. നല്ല വിളവ് കിട്ടി. അത് കിട്ടിയത് കളയാത്ത രീതിയിൽ ദൈവം സൂക്ഷിക്കാനുള്ളൊരു മനസ്സും ഉണ്ടായിരുന്നു. അത് നല്ലൊരു മണി മാനേജ്മെൻറ്റും ഉണ്ടായിരുന്നു. അതെ, അത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോയത്. അതെ, എന്തോരം അധ്വാനിച്ചെന്ന് വെച്ചാൽ അതിനൊരു സമയമോ പരിധിയൊന്നുമില്ല. മെയിനായിട്ട് അതാണ്. പിന്നെ കിട്ടുന്നത് നമ്മൾ കളയാതെ സൂക്ഷിക്കുക. അന്നൊന്നും ചിലവാക്കാൻ നിൽക്കാൻ നമുക്ക് തികയില്ല. അപ്പോൾ നമ്മളൊരു ജീവിതം ഏകദേശം എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസം. നമ്മൾ നല്ല കണക്കുണ്ടാക്കണം അല്ലേ? കണക്കുണ്ടാക്കണം. പിന്നെ 100 പേര് കൃഷി ചെയ്യുമ്പോൾ ഒരു 10 പേർക്ക് കൃഷിയിൽ നല്ല ബമ്പർ ഉണ്ടാവുള്ളൂ. ഒരു 30 പേർക്ക് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഒരു 60 പേർക്ക് ഒന്നുമില്ലാതെ ഒക്കെ പോകും. അത് നമ്മളല്ലോ തീരുമാനിക്കണേ. അത് വിളവിനെ ആശ്രയിച്ചിരിക്കും. അതെ, വിളവിനെ ആശ്രയിക്കും. പിന്നെ ഒരു വർഷം കിട്ടിയപ്പോൾ നമ്മളത് ഇനി കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ അത് നമ്മൾ ആഘോഷിക്കാറില്ല. ആഘോഷിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. തീർച്ചയായിട്ടും കിട്ടില്ല. അത് നമ്മൾ സേവ് ചെയ്യാം. കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് തന്നെ നമ്മൾ കൃഷി ഇറക്കുക. കിട്ടുന്നത് നമ്മുടെ ഭാഗ്യം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വന്നപ്പോൾ മുതൽ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ പള്ളിക്ക് വേണ്ടി ഒരു 6 ഏക്കർ കൃഷി ചെയ്യുന്നു. അത് വേറെ അദ്ദേഹം പ്രതിഫലമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അല്ലേ? അല്ല, പ്രതിഫലം. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സും അദ്ദേഹത്തിനോട് ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ആ പള്ളിക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, അദ്ദേഹം ഇത്രയും കാലം അദ്ദേഹത്തിന് കൊടുത്തതെല്ലാം ദൈവമാണ്. ആ ദൈവത്തിന് എന്തെങ്കിലും സമർപ്പിക്കണം എന്ന് വിശ്വസിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. സത്യത്തിൽ അതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ എനിക്ക് നല്ല മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം. പറഞ്ഞു 65 വയസ്സ് പ്രായമായി. അപ്പോൾ 64 വർഷവും എനിക്കായിട്ട് പണിതു. ഒരു വർഷം ഇവിടെ എനിക്കൊരു എൻ്റെ ഈ ഇടവേല പുരോഹിതൻ അതൊന്ന് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പം എനിക്കത് കൈമലർത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും നല്ലൊരു കർഷകനുമായി നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം, നല്ല കൃഷി ദിനം, അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക, ഇതുപോലെ തന്നെ എനർജറ്റിക്കായ കൃഷി ചെയ്യുവാനുള്ള ഒരു സമയോടെ നേരുന്നു. അപ്പോൾ ബൈ.